ആകാശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട അതിശക്തമായ ഒരു ദൈവവചനം, അത് ബുക്ക് ഓഫ് പ്രൊവേർബ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 18-ാം തിരുവചനം. സുഭാഷിതങ്ങളുടെ പുസ്തകം ബൈബിൾ ഉള്ളവരും തുറന്നേ. ഇത് ഇവിടെ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല, ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ നിങ്ങൾ എവിടെയാണെങ്കിലും ഈ വചനം അങ്ങ് വിശ്വസിച്ചോളൂ. കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മിൽ ഇടപെടുന്നൊരു സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം നൽകി നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ വചനം നമ്മൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരുക്ക പ്രാർത്ഥനയാണ്. അതുകൊണ്ട് രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടെ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, വചനം സ്വീകരിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ. ഭാരം മാറണം, അസ്വസ്ഥത മാറണം, കെട്ടുകൾ അഴിയപ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകമായിട്ട് നമ്മുടെ മേൽ പ്രവർത്തിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിച്ചേ. അഭിഷേകം നൽകണമേ, ഉണർവ് നൽകണമേ, ഉന്മേഷം നൽകണമേ, ശക്തി നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ആബാ പിതാവേ, എല്ലാവരും പ്രാർത്ഥിച്ചേ. ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ രക്തത്താൽ എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കഴുകണമേ, കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞേ. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ ശരീരത്തെ കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, ഉണർവ് നൽകണമേ, ഉന്മേഷം നൽകണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആബാ പിതാവേ, ചേർന്ന് പ്രാർത്ഥിച്ചോ. ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ മനസ്സിലെ ഭാരങ്ങൾ, നിരാശ, ദുഃഖം, ആകുലത, ഓർത്തോർത്തുള്ള അവസ്ഥകൾ കർത്താവേ, കർത്താവേ ഇടപെടണമേ. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, ശക്തി നൽകണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് സമ്മാനിക്കുന്ന അതിശക്തമായ ദൈവവചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 18-ാം തിരുവചനം. ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 23 വേഴ്സ് 18. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 18-ാം തിരുവചനം. ബൈബിൾ ഉള്ളവർ തുറന്നോളൂ. ഇത് വായിക്കുന്ന, ധ്യാനിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളാണ് ഈ വചനം സമ്മാനിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ആ വചനം ഇങ്ങനെയാണ്. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. കേട്ടോ, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വചനം കേട്ടോ. പലതകർ ഉയർത്തിപ്പിടിച്ചേ. ഇത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ. തീർച്ചയായും. ചിലപ്പോൾ എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല,
തീർച്ചയായും പറഞ്ഞേ, തീർച്ചയായും തീർച്ചയായും നിനക്കൊരു നിനക്കൊരു ഭാവിയുണ്ട്. ഭാവിയുണ്ട്. നിന്റെ നിന്റെ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. നേരിടുകയില്ല. തീർച്ചയായും 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 നിനക്കൊരു നിനക്കൊരു ഭാവിയുണ്ട്. ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയ്ക്ക് ഭംഗം ഭംഗം നേരിടുകയില്ല. നേരിടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഈ വചനം ഇവിടെ ഇരുന്ന് കേൾക്കുമ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നവര് ഇത് വിശ്വസിച്ച് ഇത് ഏറ്റെടുക്കണം. തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. തീർച്ചയായും എനിക്ക് ഒരു ഭാവിയുണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയില്ല, ഭംഗം വരികയില്ല, തടസ്സം വരികയില്ല. കാരണം ജീവിതത്തിൽ പല പല മേഖലകളിൽ വഴിമുട്ടി നിൽക്കുന്ന, ഭാരപ്പെട്ട് നിൽക്കുന്ന ഒത്തിരി പേരെ കർത്താവ് ഈ ശുശ്രൂഷയിൽ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിശ്വസിക്കുന്നവർ പറഞ്ഞേ ആമേൻ, ആമേൻ. ജീവിതത്തില് പല മേഖലകളിൽ ഭാരപ്പെട്ടിരിക്കുന്നവര്, പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ചിലരുടെ ആത്മഹത്യയും ജീവിതാനുഭവങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ അത്രമേൽ നമ്മളെ ഭാരപ്പെടുത്തുമ്പോൾ ഇതാ വചനം നിന്നോട് പറയുന്ന കാര്യം, തീർച്ചയായിട്ടും നിനക്ക് ഒരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം, തടസ്സം നേരിടുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലുള്ള അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഈ അൾത്താരയിൽ നിന്ന് പറയുമ്പോൾ 100% സർവശക്തനായ ദൈവം തരുന്ന ഈ വാഗ്ദാനത്തിൽ നീ വിശ്വസിക്കണം. നിന്റെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ 100% നീ ഈ വചനം നിന്നിലേക്ക് നീ ഏറ്റെടുക്കണം. എനിക്ക് ഒരു ഭാവിയുണ്ട്. പറഞ്ഞേ, ഒച്ചത്തിൽ പറ. എനിക്ക് ഒരു ഭാവിയുണ്ട്. പറഞ്ഞേ, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല, തടസ്സം വരികയില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ വിശ്വസിക്കണം. എനിക്ക് ഒരു ഭാവിയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിൽ ഒരു വഴിയുമില്ല, എല്ലാം അടഞ്ഞു, എല്ലാം തീർന്നു. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. നിനക്ക് ഒരു ഭാവിയുണ്ട്, നിന്റെ മുമ്പിൽ ഒരു വഴിയുണ്ട്. ദൈവം വളരെ കൃത്യമായിട്ട് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കുന്നു. അപ്പം ഈ ശുശ്രൂഷ സമയത്ത് ഇത് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എനിക്കൊരു ഭാവിയുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഒളിച്ചോടേണ്ട ഒരാളല്ല. ഞാനൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ പലവിധ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം തീർന്നുവെന്ന് കരുതി നിരാശപ്പെടേണ്ട ഒരാളല്ല, അല്ലെന്ന്. മറിച്ച് എനിക്കൊരു ഭാവിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇംഗ്ലീഷിലൊക്കെ പഠിക്കുന്നവര് ബുക്ക് ഓഫ് പ്രൊവേർബ് ചാപ്റ്റർ 23 വേഴ്സ് 18. ഷുവർലി there is a future. Surely there is a future and your hope will not be cut off. നിന്റെ പ്രതീക്ഷ, നിന്റെ ഹോപ്പ് ഒരിക്കലും കട്ട് ഓഫ് ആവില്ല, ഒരിക്കലും അത് ഭംഗം വരികയില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ നിനക്കുണ്ടായാലും നീ വചനത്തിൽ അങ്ങോട്ട് 100% കണ്ണും പൂട്ടി വിശ്വസിച്ചോണം. വചനത്തിൽ വിശ്വസിച്ചാലുണ്ടല്ലോ ഈ വചനം നിന്നിൽ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാട്ടുകാര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കാൻ പോണില്ല. പക്ഷേ ഈ വചനത്തിൽ വിശ്വസിച്ചാൽ ഈ വചനം നിന്നിൽ അത്ഭുതകരമായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 വേഴ്സ് 11. ഇവിടെ ഇരിക്കുന്ന പലർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്. ഇനി അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വചനം കാണാതെ പഠിക്കണം. പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ ഈ വചനം എഴുതി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് എല്ലാ ദിവസവും ഈ ജെറമി 29:11 നീ പറയണം. നീ നിന്നോട് തന്നെ പറയണം, വിശ്വസിച്ച് ഈ വചനം ഏറ്റെടുക്കണം. അപ്പോൾ ഈ വചനം നിന്നിൽ അത് സംഭവിക്കും. സ്വരത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ജെറമിയ 29:11 നമുക്കറിയാവുന്ന വചനമാണ്. ഉച്ചത്തിലൊന്ന് പറഞ്ഞേ.
കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയ. കേട്ടോ, അതായത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇത് വിശ്വസിച്ചോണം. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. എനിക്കൊരു ഭാവിയുണ്ട്. എത്ര പ്രായമുള്ള വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൽ എത്രമേൽ തകർന്ന അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തിയാണെങ്കിലും, നീ ഈ വചനം ഇതിങ്ങനെ ഹൃദയത്തിലെങ്കിലേക്ക് സ്വീകരിക്കുക. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞ് നിന്നേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചേ, എന്നിട്ട് അടുത്തോട്ട് നിർത്തിക്കേ, എന്നിട്ട് ഇതേ അവരുടെ മുഖത്ത് നോക്കിക്കേ, എന്നിട്ട് ഈ വചനം ആ വ്യക്തിയോട് പറയണം. സാധിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ കൈ ഒന്ന് പിടിച്ച് ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി ഈ വചനം പറയണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞോ. ജെറമിയ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വ്യക്തിയുടെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞ്, ഇത് നിന്നിൽ സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി അൾത്താരയിലോട്ട് തിരിഞ്ഞ് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ ദൈവം നിന്നോട് പറയുകയാണ്, നീ രോഗിയാണെങ്കിലും, നീ പാപിയാണെങ്കിലും, നീ എത്ര വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും, ഇതാ ഈ പരിശുദ്ധ അൾത്താര നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഖ്യമെന്ന് പറയുന്നത്, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്, നിന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. ചില തീരുമാനങ്ങൾ എടുത്ത് തെറ്റിപ്പോയവരുണ്ട്. ജീവിതത്തിൽ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വണ്ണം ചില അപകടങ്ങളിൽ പെട്ടവരുണ്ട്. എത്ര വലിയ കുഴിയിൽ കിടക്കുന്നെങ്കിലും, എത്ര വലിയ ചതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ജീവിതത്തിൽ തകർന്നടിഞ്ഞ് ആകപ്പാടെ പരുവക്കേടിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ഇതാ നിന്നോട് കർത്താവ് പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതാ ഈശോ നിന്നോട് പറയുകയാണ്. ഓരോ വ്യക്തിയും ഈശോ പറയുന്ന ഈ കാര്യം ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് ഈ വരികള് നിന്നോട് തന്നെ പറയണം. ഇതാ ദൈവം നിന്നോട് പറയുന്നത്, ഏറ്റുപറഞ്ഞ്, എനിക്ക് വേണം നിന്നെ. നീ രോഗിയാണെങ്കിലും എനിക്ക് വേണം നിന്നെ. നീ പാപിയാണെങ്കിലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്ക് വേണം നിന്നെ. എനിക്ക് വേണം നിന്നെ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. കണ്ണു തുറന്നേ, 2 കരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് നിന്റെ കയ്യിൽ തമ്പുരാൻ കർത്താവ് പിടിച്ചിട്ടുണ്ട്. കേട്ടോ, നിന്റെ കയ്യിൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. നിനക്കൊരു ഭാവിയുണ്ട്. പറഞ്ഞേ ആമേൻ, ആമേൻ. നിന്റെ വീട്ടിലെ ചില കാര്യങ്ങൾ തകർന്നു പോയെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. കർത്താവ് അത് പുതുക്കിപ്പണിയും. നിങ്ങളുടെ കുടുംബത്തിനൊരു ഭാവിയുണ്ട്. ഇവിടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ മകനൊരു ഭാവിയുണ്ട്, എൻ്റെ മകൾക്കൊരു ഭാവിയുണ്ട്. യെസ്, ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ കൈ നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാ കർത്താവ് പിടിച്ചിട്ടുണ്ട്. കർത്താവ് നിന്നോട് പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ഇതാ നിന്നോട് പറയുന്നത് നീ വിശ്വസിക്കണം. ഈ വരികൾ ഏറ്റുചൊല്ലി ഇത് നീ ഹൃദയത്തിലെങ്കിലേക്ക് സ്വീകരിക്കുകയാണ്. ഇതൊരു ഗാനത്തിൻ്റെ വരികളാണ്. എനിക്ക് വേണം നിന്നെ. നീ രോഗിയാണെങ്കിലും എനിക്ക് വേണം നിന്നെ. നീ പാപിയാണെങ്കിലും ലോകം നിന്നെ വെറുത്താലും ക്ലേശം നിന്നെ മതിച്ചാലും എനിക്ക് വേണം നിന്നെ. ഇതാ കർത്താവ് നിന്നോട് പറയുന്നു. ആ 2 കരങ്ങളും യാചനാപൂർവ്വം പിടിച്ച് ഒന്ന് ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഈ വരികളൊന്ന് ധ്യാനിച്ച് ഒന്ന് പാടി നോക്കിക്കേ. എനിക്ക് വേണം നിന്നെ. നീ രോഗിയാണെങ്കിലും കർത്താവേ അങ്ങേക്ക് എന്നെ വേണം.
കർത്താവേ, നിന്റെ സ്നേഹമാണ് ഞാൻ അനുഭവിക്കുന്നത്. വിശ്വസിച്ച വരികളൊന്ന് പാടിക്കേ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. ആമേൻ. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെങ്കിലും. നീ പാപിയാണ്. എല്ലാവരും ഒന്ന് പാടി നോക്കിക്ക്. എനിക്ക് വേണം നിന്നെ. എനിക്കു വേണം നീ നിന്നെ, രോഗിയാണെങ്കിലും. നീ രോഗിയാണെന്നാലും. ആമേൻ. എനിക്കു വേണം നീ നിന്നെ, പാപിയാണെങ്കിലും. നീ പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്ക് വേണം നിന്നെ. എനിക്കു വേണം നിന്നെ, എനിക്ക് വേണം നിന്നെ. എനിക്കു വേണം നിന്നെ. രണ്ട് കരങ്ങൾ ഇങ്ങനെ യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുമ്പോൾ നീ വിശ്വസിക്കണം. നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് പറയുന്ന കാര്യമാണ്. എൻ്റെ മകനെ, മകളെ, നിന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരുപക്ഷെ ചിലർ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു, എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു, കർത്താവേ ഇനി ഞാൻ എന്ത് ചെയ്യും? ദൈവം പറയുന്നു, നിനക്കൊരു ഭാവിയുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. നീ വിശ്വസിക്കൂ. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച ഒരിക്കൽ കൂടെ, എനിക്ക് വേണം നിന്നെ. പാടാം. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നീ നിന്നെ, പാപിയാണെങ്കിലും. നീ പാപിയാണെന്നാലും. ആമേൻ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണ്. ലോകം നിന്നെ വെറുത്താലും, ലോകം നിന്നെ വെറുത്താലും, ആമേൻ, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്ക് വേണം നിന്നെ. എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചില സമയങ്ങളിൽ നമ്മൾ മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടും. എല്ലാം തീർന്നു പോയോ എന്ന് ചിന്തിക്കും. എന്നാൽ നീ വിശ്വസിക്കണം, നിന്റെ മനസ്സിനെ നീ പഠിപ്പിക്കണം, എനിക്കൊരു ഭാവിയുണ്ട്. ഞാൻ ഒന്നിൻ്റെ മുമ്പിൽ തകർന്നു പോകേണ്ട വ്യക്തിയല്ല. പല പല പ്രശ്നങ്ങൾ വരും, എന്നാൽ ഒന്നിൻ്റെ മുമ്പിൽ ഞാൻ തകർന്നു പോകേണ്ട വ്യക്തിയല്ല. കാരണം എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. ഞാൻ പാപാവസ്ഥകളിലൂടെ കടന്നുപോയ വ്യക്തിയാവും, എന്നാൽ നിന്നെ കർത്താവ് വിശുദ്ധീകരിക്കുകയാണ്. കർത്താവ് നിന്നെ പുനഃക്രമീകരിക്കുകയാണ്. നീ അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. ചില തീരുമാനങ്ങൾ എടുത്തിട്ട് തകർന്നു പോയ വ്യക്തിയാവും. ചില ബിസിനസ് ചെയ്ത് തകർന്ന് തരിപ്പണമായ വ്യക്തിയാവും. ചില വ്യക്തികളോട് വിശ്വസിച്ച് ചില കൂട്ടുകെട്ടിൽ പെട്ടിട്ട് തകർന്നു പോയ വ്യക്തിയാവും. ചില പാപ വഴികളിലൂടെ നടന്ന ജീവിതത്തിൽ അസ്വസ്ഥതയിലായിരിക്കും. ഏത് വഴിയിലാണെങ്കിലും നീ വിശ്വസിക്കുക, നിന്നെ കർത്താവിന് വേണം. ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഇതൊന്ന് വിശ്വസിച്ച്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. എനിക്ക് വേണം നിന്നെ. ചേർന്ന് പാടിക്കേ. എനിക്കു വേണം നിന്നെ, ആമേൻ. നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. എല്ലാവരും എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും. എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും. എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. വിശ്വസിക്കുക. കരങ്ങൾ കൂപ്പി ഇത് നമ്മുടെ കുടുംബത്തിലുള്ള ചിലർക്ക് വേണ്ടി ഏറ്റുപറഞ്ഞോ. ഇപ്പോൾ നീ മനസ്സിൽ കാണണം, നിന്റെ വീട്ടിലുള്ള ചിലര്, നിരാശപ്പെട്ടിരിക്കുന്ന ചിലര്, മാനസിക ദുഃഖത്തിൽ കഴിയുന്നവര്, ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയവര്, ചില പരീക്ഷ എഴുതി പരാജയപ്പെട്ടവര്, ഇനി എൻ്റെ ജീവിതം മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്നവര്, ജീവിതത്തിൽ എല്ലാ മേഖലകളും തകർന്നു പോയവരുണ്ടാവും. എന്നാൽ ഇതാ അവർക്ക് വേണ്ടി ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ വിശ്വസിക്കുകയാണ്, കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായം 18-ാം തിരുവചനം, ഷുവർലി there is a hope, surely there is a future, surely there is a life. വിശ്വസിക്കണം, നീ തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം നേരിടുകയില്ല. യെസ്,
നിന്റെ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം നേരിടുകയില്ല. നീ വിഷമിക്കേണ്ട, നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിന്നോട് പറയുന്നു, നീ ഭാരപ്പെടേണ്ട. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട്. ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. നീ ഇത് ഏറ്റെടുക്കുക, വിശ്വസിക്കുക. കർത്താവ് ഒരു റെവറൻഡ് സിസ്റ്റർ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കന്യാസ്ത്രീ റെവറൻഡ് സിസ്റ്റർ വളരെ വിഷമിച്ചിരിക്കുന്നു. ദേ ഈശോ പറയുന്നു, മകളെ നീ വിഷമിക്കണ്ട. നിന്നെക്കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്, നിനക്കൊരു ഭാവിയുണ്ട്. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ നീ ഭയപ്പെടേണ്ട, നീ അസ്വസ്ഥപ്പെടേണ്ട. കർത്താവ് നിന്നെ പിടിച്ചുയർത്തും. നിന്റെ ജീവിതത്തെ കർത്താവ് ക്രമീകരിക്കും. പരീക്ഷ എഴുതി പലതവണ പരാജയപ്പെട്ട് ഇനി എൻ്റെ ജീവിതം തീർന്നുവെന്ന് ചിന്തിക്കുന്ന മകനെ, കർത്താവ് നിന്നോട് പറയുന്നു, നിനക്കൊരു ഭാവിയുണ്ട്. നിന്നെ കർത്താവ് നയിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 23:18 തീർച്ചയായും എനിക്കൊരു ഭാവിയുണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, ഭംഗം നേരിടുകയില്ല. ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്, ഏറ്റെടുത്തോണം. തീർച്ചയായും ഞങ്ങൾക്കൊരു ഭാവിയുണ്ട്. എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഒരു ഇടവകയിൽ വലിയൊരു ക്രൈസിസിലൂടെ പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിലെ അംഗങ്ങൾ ഓൺലൈനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നത്തിൽ നിങ്ങൾ വീണു പോകത്തില്ല. മറിച്ച് നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, ശുഭമായ ഭാവി. ജെറമി 29:11 നിന്നിൽ സംഭവിക്കട്ടെ. ഓ കർത്താവേ, ഞങ്ങളിത് ഏറ്റെടുക്കുന്നു, ഞങ്ങളിതിൽ സംഭവിക്കട്ടെ. നെറ്റിയിൽ കുരിശടയാളം വരച്ച്, സ്വയം കുരിശടയാളം വരച്ച് നമ്മുടെ നെറ്റിയിൽ മുദ്ര കൊടുത്ത്, കർത്താവ് ഞാനത് വിശ്വസിക്കുന്നു, എനിക്കൊരു ഭാവിയുണ്ട്, എൻ്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. Ruhaye,